ആഷി ആഷി, എഴുന്നേക്ക് വാ. ആഷി, നീ ഓക്കെ ആണോ? എന്താ എന്താ ഇവിടെ സംഭവിച്ചേ? ഓക്കെ അല്ലേ നീ? അല്ല, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആ സ്വാമിമാരൊക്കെ എവിടെ? കിരൺ, വാ വാ. അമ്മേ 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 പൃഥ്വി, ഒന്ന് വന്നേ. വിഗ്രഹം മോഷണം പോകാൻ തുടങ്ങിയത് തൽക്കാലം ആരും അറിയണ്ട. അത് പിന്നെ വലിയ പ്രശ്നമാകും. ഞങ്ങൾ പറഞ്ഞത് പൃഥ്വിക്ക് മനസ്സിലായോ? തൽക്കാലം ഇവർ പറയുന്നത് അനുസരിക്കുന്ന ബുദ്ധി, അല്ലെങ്കിൽ വിഗ്രഹം ഇവിടെ നിന്ന് മാറ്റും. അത് പിന്നെ എനിക്ക് തന്നെ പ്രോബ്ലം.
പൃഥ്വി എന്താ ഒന്നും മിണ്ടാത്തെ? ഏ? ആ, ആ, ശരി, ഞാൻ പറയുന്നില്ല. ഉം. ചേച്ചി അശി, ചേച്ചി അശി, ചേച്ചി എനിക്ക് അശി, അശി, ദുർഗ, ചെറിയമ്മേ, 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 അമ്മേ, പൂർണിമേച്ചി, അമ്മേ, ചേച്ചി. എഴുന്നേക്ക്. അമ്മേ, മെല്ലെ. അമ്മേ എണീക്ക്, അമ്മേ, ചേച്ചി, അമ്മേ, അമ്മേ എണീക്കമ്മേ, ചേച്ചി, എഴുന്നേക്ക്. ശ്ശോ, അമ്മേ, ചെറിയമ്മേ, അമ്മേ, ചെറിയമ്മേ, എഴുന്നേക്ക്. ചേച്ചി ഓക്കെ അല്ലേ? ചെറിയമ്മേ കണ്ണോർക്ക്. ആന്റി വാ, അശി, എണീക്ക്, അമ്മേ, വാ, അശി, അമ്മേ, പതിയെ, പതിയെ, പതിയെ. കുഴപ്പമൊന്നുമില്ല, എഴുന്നേക്ക്. ഓക്കെ അല്ലേ? അശി, ഓക്കെ അല്ലേ? അശി, എഴുന്നേക്ക് വാ. ഞാൻ എടുത്തു. അശി, നീ ഓക്കെ ആണോ? എന്താ എന്താ ഇവിടെ സംഭവിച്ചേ? ആന്റി കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, ഓക്കെ പതിയെ. വാ, പതിയെ. ഓക്കെ അല്ലേ നീ? അല്ല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആ സ്വാമിമാരൊക്കെ എവിടെ? അമ്മേ, അവരൊക്കെ ഇപ്പൊ പോയതേ ഉള്ളൂ. ചെറിയമ്മേ, നിങ്ങളെല്ലാരും ബോധം കുഴപ്പമൊന്നുമില്ലല്ലോ? കിടക്കുന്നുണ്ട്. അവര് ശരിക്കും പേടിച്ചു. കണ്ടില്ലേ, ആവശ്യമില്ലാത്ത വിഗ്രഹമൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചാ ഇങ്ങനെ പലതും സംഭവിക്കും. അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ, വിട്, അതെയല്ലേ. കാര്യമാക്കണ്ട. നിനക്ക് അങ്ങനൊക്കെ പറയാം, വയ്യാതായത് ഞങ്ങൾക്കല്ലേ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ ചെറിയമ്മേ, പോട്ടെ. അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും. ഈ വിഗ്രഹം ഇനി ഈ വീട്ടിൽ വെക്കണ്ട. അതെ, ചിലപ്പോ എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരും എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കണ്ട. ക്ഷേത്രത്തിലെ തിരുമേനി നേരിട്ട് വന്ന ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. അതുവരെ വിഗ്രഹം ഇവിടെ തന്നെ ഇരിക്കട്ടെ. പൃഥ്വി, നീ ആശയം കൂട്ടി അകത്തേക്ക് പോ. ആ ശരി, വാ. എണീക്ക് ചെറിയമ്മേ. നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ശരി ചേച്ചി.